ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 12ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മെൻഡിങ് വേർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദെയർ ഈസ് സംതിങ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ? എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് വാളിനെ ഇഷ്ടപ്പെടാത്തത് എന്തോ അവിടെ ഉണ്ടെന്ന്? ദ പോയറ്റ് സേസ് ദാറ്റ് ദെയർ ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലവ് ദ വാൾ ബിക്കോസ് നോബഡി സീസ് ഓർ ഹിയേഴ്സ് എനിബഡി ബ്രേക്കിംഗ് ദ വാൾ. പോയിട്ട് ഇങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ മതിലിനെ തകർക്കുന്നത് ആരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് അവർ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ബട്ട് എവരി സ്പ്രിംഗ് സീസൺ, പക്ഷേ എല്ലാ സ്പ്രിംഗ് സീസണിലും ദ പോയിന്റ് ഫൈൻഡ്സ് എ വാൾ ഈസ് ബ്രോക്കൺ. പോയിട്ട് കാണുന്നത് വാൾ തകർന്നു കിടക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ദെയർ ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ ആൻഡ് വാണ്ട്സ് ടു സീ ഇറ്റ് ബ്രോക്കൺ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, ആരോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ഈ വാള് ഇങ്ങനെ നിൽക്കുന്നത് അവന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തകർക്കുന്നത്. It is this, something that makes the ground under the wall swell, causing the stones of the wall to fall down onto either side. നമ്മൾ പോയത്തിൽ പറയുന്ന ഒരു വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, നമ്മുടെ മതിലിൻ്റെ അടിയിലുള്ള വെള്ളം അതിനെ കട്ട് ചെയ്ത് പൊങ്ങുകയും അങ്ങനെ മതിലിനെ തകർത്തിടുകയും ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, വൈ ഡസ് ദ പോയറ്റ് മീൻ ഹിസ് നൈബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിംഗ്? സ്പ്രിംഗ് സീസണിൽ പോയിട്ട് തൻ്റെ കുന്നിനപ്പുറത്തുള്ള നൈബറിനെ കാണുന്നതിന്. ദ പോയറ്റ് മീൻസ് ഹിസ് നൈബർ ബിയോണ്ട് ദ ഹിൽ ആൻഡ് സ്പ്രിംഗ് സോ ദാറ്റ് ദേ ക്യാൻ ഫിക്സ് വൺ ഡേ ആൻഡ് വാക്ക് അലോങ് ദ വാൾ ടു മെൻഡ് ഇറ്റ് ബൈ പിക്കിംഗ് അപ്പ് ദ ഫോളൻ സ്റ്റോൺസ് ആൻഡ് ഫിക്സിംഗ് ദം ബാക്ക്. പോയിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ട് അവരെന്തോ ചെയ്യും, ഒരു ദിവസം ഫിക്സ് ചെയ്യും. എന്നിട്ട് അന്നേ ദിവസം രണ്ടുപേരും അവരുടെ മതിലുകളുടെ സൈഡിലൂടെ നടന്ന് കേടായ മതിലിനെ എന്ത് ചെയ്യും, തലയിൽ കിടക്കുന്ന കല്ലുകളെ എടുത്ത് മതിലിനെ ശരിയാക്കുക. അതിന് വേണ്ടിയിട്ടാണ് കാണുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയറ്റ് ആൻഡ് ഹിസ് നൈബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ? പോയറ്റും അദ്ദേഹത്തിൻ്റെ നൈബറും വാളിൻ്റെ ഗ്യാപ്സിനെ എങ്ങനെയാണ് മെൻഡ് ചെയ്യുന്നത്, നേരെയാക്കുന്നത്? ദ പോയറ്റ് ആൻഡ് ഹിസ് നൈബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ ബൈ വാക്കിംഗ് അലോങ് ദ വാൾ ഓൺ എയ്തർ സൈഡ് ആൻഡ് പിക്കിംഗ് അപ്പ് ദ ഫാളൻ സ്റ്റോൺസ് ആൻഡ് പ്ലേസിംഗ് ദം ബാക്ക് ഓൺ ദ വാൾ ഇൻ ആൻ എഫേർട്ട് ടു മെൻഡ് ഇൻ. ശരിയാക്കി എങ്ങനെയെന്ന് വെച്ചാൽ, രണ്ടുപേരും അതിൻ്റെ രണ്ട് സൈഡിലൂടെ നടക്കും, തറയിൽ കിടക്കുന്ന കല്ലുകളെ എടുത്ത് മുകളിൽ വയ്ക്കും, അങ്ങനെ റെഡിയാക്കും. Fourth question, why does the poet argues that there is no need of a wall in between his estate and that of his neighbor? തൻ്റെ നൈബറിൻ്റെയും തനിക്കും ഇടയ്ക്കുള്ള എസ്റ്റേറ്റിൻ്റെ ഇടയ്ക്ക് വാളിൻ്റെ ആവശ്യമില്ലെന്ന് പോയിട്ട് ആർഗ്യൂ ചെയ്യാൻ കാരണമെന്ത്? The poet argues that there is no need of a wall in between his estate and that of his neighbor because his area is covered with pine trees and the poet's area is full of apple trees. പോയിട്ട് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഏരിയയിലുള്ളത് പൈൻ ട്രീസും അദ്ദേഹത്തിൻ്റെ ഏരിയയിലുള്ളത് ആപ്പിൾ ട്രീസുമാണ്. The poet's apple tree will never go to his area to eat the cones of his pine. ഇദ്ദേഹത്തിൻ്റെ ആപ്പിൾ ട്രീസിലുള്ള ആപ്പിൾസ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പൈൻ മരത്തിൽ ചെന്ന് അതിൻ്റെ കോണുകളെ കഴിക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Question 5, how does the neighbor justify the need for weights or fences? ഫെൻസുകളുടെ ആവശ്യമുണ്ടെന്ന്, മതിലിൻ്റെ ആവശ്യമുണ്ടെന്ന് പോയിട്ട് ജസ്റ്റിഫൈ ചെയ്തത് എങ്ങനെയാണ്? വേണമെന്ന് പോയിട്ട് പറയാം, നൈബർ പറയാൻ കാരണം എന്തെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. The neighbor justifies the need for walls or fences by saying that good fences make good neighbors. നൈബർ അങ്ങനെ പറഞ്ഞതിനുള്ള ഒരു അദ്ദേഹം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽക്കാരെ നിർമ്മിക്കും, അതാണ് അദ്ദേഹം പറഞ്ഞത്. Question 6, why does the poet consider the spring season mischievous? മിസ്റ്റീവിയസ് എന്ന് വെച്ചാൽ കുസൃതി എന്നാണ് പറയുന്നത്. സ്പ്രിംഗ് സീസൺ മിസ്റ്റീവിയസ്, കുസൃതി കാണിക്കുന്നത് ഇവിടെ പോയിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ത്? ദ പോയറ്റ് കൺസിഡേഴ്സ് ദ സ്പ്രിംഗ് സീസൺ മിസ്റ്റീവിയസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദാറ്റ് സീസൺ ഗ്യാപ്സ് ആർ ഫൗണ്ട് ഇൻ ദ വാൾസ്. സ്പ്രിംഗ് സീസണെ മിസ്റ്റീവിയസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, സ്പ്രിംഗ് സീസണിലാണ് വാൾസിൽ അവർ ഗ്യാപ്പുകൾ കണ്ടെത്തുന്നത്. ഹി തിങ്സ് ദാറ്റ് സ്പ്രിംഗ് സീസൺ മേക്സ് ദ ഫ്രോസൺ ഗ്രൗണ്ട് അണ്ടർ ദ വാൾ എക്സ്പാൻഡ്. അദ്ദേഹം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, സ്പ്രിംഗ് സീസണിൽ ആ വാളിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അടിയിലുള്ള ഗ്രൗണ്ടിലുള്ള വാട്ടർ ഫ്രോസ് ആകും. ബിക്കോസ് ഓഫ് ദിസ് എക്സ്പാൻഷൻ ദ വാൾ ഗെറ്റ്സ് ക്രാക്ഡ്. ഈ എക്സ്പാൻഷൻ കാരണം വാൾ, ഈ ഒരു വികസനം അല്ലെങ്കിൽ ഒരു വിഘടിപ്പ് കാരണം വാൾ എന്തോ ചെയ്യുന്നു, ക്രാക്ക് ആകുന്നു. മേക്കിംഗ് ദ അപ്പർ സ്റ്റോൺസ് ഓഫ് ദ വാൾ ഫോൾ ഡൗൺ ഓൺ ടു ദ സൈഡ്സ്. അങ്ങനെ വാൾ എക്സ്പാൻഡ് ആകുന്ന സമയത്ത് മുകളിലുള്ള അപ്പർ സ്റ്റോൺസ് എന്തോ ചെയ്യുന്നു, താഴേക്ക് വീഴുന്നു. Question 7, what are the contrasting views presented in the poem? ഈ പോയത്തിൽ ഉള്ള കോൺട്രാസ്റ്റിംഗ് വെച്ചാൽ വിരുദ്ധാഭാസമായുള്ള ഓപ്പോസിറ്റ്സ് വ്യൂസ് എന്നതാണ് ചോദ്യം. The poet have one view but his neighbor has a different view. പോയറ്റിൻ്റെ വ്യൂ ഒന്നാണ്, നൈബറിൻ്റെ വ്യൂ വേറെ എന്നാണ്. അത് നമുക്കറിയാം, അതുകൊണ്ടല്ലേ നിങ്ങൾ കോൺട്രാസ്റ്റിംഗ് വ്യൂസ് എന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. The poet thinks there is no need for a fence or wall between neighbors, especially when the other's area has apple trees and the neighbor's area has പൈൻ ട്രീസ്. അപ്പോൾ ഇവിടെ പോയിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, തൻ്റെ
വീടിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വീടിൻ്റെ ഇടയ്ക്ക് ഫെൻസിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിലുള്ളത് പൈൻ ട്രീസും ആപ്പിൾ ട്രീസും ആണ്. ദർ ഇസ് നോ വേ ദാറ്റ് ദ ആപ്പിൾ ട്രീ വിൽ ട്രെസ്പാസ് ഇൻ ടു ദ നൈബർ എസ്റ്റേറ്റ് ആൻഡ് ഈറ്റ് ദ കോൺസ് ഓഫ് ദ പൈൻസ്. പക്ഷേ എന്നല്ല, ഇവിടെ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ ട്രീസ് ട്രെസ്പാസ് ചെയ്ത് കടന്നു കയറി അയാളുടെ പൈൻ ട്രീസിലുള്ള കോൺസിനെ കഴിക്കാറില്ല. ബട്ട് ദ നൈബർ സേസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് വാൾസ്. ഒരു നൈബർ പറയുന്നതാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് വാൾസ് എന്നാണ് പറയുന്നത്. അതാണ് സംഭവം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി. എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻസ് ഇൻ എ പാരഗ്രാഫ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഈ വരികളുടെ യഥാർത്ഥ മീനിങ് എന്ത് ചെയ്യുക, ഒന്ന് പാരഗ്രാഫ് ആക്കി എടുക്കുക. Good fences make good neighbors means it is good to have some limits between neighbors so that their relations will remain healthy at all times. അപ്പോൾ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന മീനിങ് അല്ലെങ്കിൽ ആ വരിയുടെ മീനിങ് എന്തെന്ന് വെച്ചാൽ നൈബേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ലിമിറ്റ് വേണം എല്ലാ കാര്യത്തിനും. അങ്ങനെ ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഇടയിലുള്ള റിലേഷൻസ് ഒരു ഹെൽത്തി ആയിരിക്കുള്ളൂ, എല്ലാ സമയത്തും ഹെൽത്തി റിലേഷൻസ് ആയിരിക്കത്തുള്ളൂ. ഇഫ് ദർ ഈസ് അൺലിമിറ്റഡ് ഫ്രീഡം ബിറ്റ്വീൻ നൈബേഴ്സ് ട്രബിൾ വിൽ സൂൺ സ്റ്റാർട്ട്. നൈബേഴ്സിനിടയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലിമിറ്റ് ഇല്ലാത്ത ഫ്രീഡം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സപ്പോസ് യു ഗ്രോ ഗോഡ്സ് ഇൻ യുവർ ഹൗസ്. നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തോ ചെയ്യുന്നു, ആടുകളെ വളർത്തുന്നു. യുവർ നൈബർ ഹാസ് എ വെജിറ്റബിൾ ഗാർഡൻ. നിങ്ങളുടെ നൈബറിന് ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. ഇഫ് ദർ ഈസ് നോ ഫെൻസ് യുവർ ഗോഡ്സ് വിൽ ഗോ ആൻഡ് ഈറ്റ് അപ്പ് ദ വെജിറ്റബിൾസ് ഓഫ് യുവർ നൈബർ. നിങ്ങളുടെ വീടിൻ്റെ ഇടയ്ക്ക് മതിലുകളില്ലെങ്കിൽ, ഫെൻസസ് ഇല്ലെങ്കിൽ, നിങ്ങളുടെ ഗോട്ട് അദ്ദേഹത്തിൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ ചെന്ന് അതിനെല്ലാം കഴിക്കും. വിൽ ഹി ലൈക്ക് ഇറ്റ്? അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. Suppose your neighbor's children come and open your fridge and eat up all the good foods you have kept there. അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സിൻ്റെ കുട്ടികളുടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് നല്ല ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കഴിക്കൂ എന്ന് വിചാരിക്കുക. വിൽ യു ലൈക്ക് ഇറ്റ്? നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? So there must be some boundaries between neighbors and only then there will be good relations. അപ്പോൾ നൈബേഴ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബൗണ്ടറികൾ വേണം, എന്നാലേ ഗുഡ് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് അപ്രിസിയേഷനാണ്. നമുക്ക് അപ്രിസിയേഷന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയതിൻ്റെ സെൻട്രൽ ഐഡിയ. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഇസ് നേച്ചർ ഡസ് നോട്ട് ലൈക്ക് സെപ്പറേഷൻ ആൻഡ് ദാറ്റ് ഈസ് വൈ ടെൻസ് ടു ഡിസ്ട്രോയ് ദ വാൾസ്. ഇവിടെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് പ്രകൃതിക്ക് മതിലുകൾ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അത് മതിലുകളെ എന്തോ ചെയ്യുന്നത്, ഡിസ്ട്രോയ് ചെയ്യുന്നത്. ബട്ട് ഫോർ ഹെൽത്തി റിലേഷൻസ് വാൾസ് ഓർ ഫെൻസസ് ആർ നെസസറി. പക്ഷേ നല്ലൊരു നല്ലൊരു ബന്ധത്തിന് വാൾ നെസസറി എന്നാണ് പറയുന്നത്. ഇഫ് ദർ ആർ നോ ബൗണ്ടറീസ് ബിറ്റ്വീൻ നൈബേഴ്സ് ദ റിലേഷൻ വിൽ നോട്ട് ലാസ്റ്റ് ലോങ്. നൈബേഴ്സിനിടയ്ക്ക് ബൗണ്ടറീസ് ഇല്ലെങ്കിൽ അത് ഒരിക്കലും അവരുടെ റിലേഷൻസ് ഒരിക്കലും നിലനിൽക്കില്ല. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് പറഞ്ഞത് തന്നെ. സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വാൾ ഇൻ ദ പോയം. പോയത്തിൽ വാളിൻ്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണ്? ദി വാൾ സിംബലൈസസ് ദ റെസ്ട്രിക്ഷൻസ് ബിറ്റ്വീൻ നൈബേഴ്സ്. വാൾ സിംബലൈസ് ചെയ്യുന്നത് നൈബേഴ്സിൻ്റെ ഇടയ്ക്കുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. ഈവൻ if you love your neighbor dearly, you can give him unlimited freedom in your house. നിങ്ങളുടെ നൈബറിനെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ഫ്രീഡം കൊടുക്കാൻ പാടില്ല. വാൾ സിംബലൈസസ് സച്ച് ബൗണ്ടറീസ്. ഇതുപോലുള്ള ബൗണ്ടറീസ് ആണ് വാൾ സിംബലൈസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ഡിവൈസസ് എംപ്ലോയിഡ് ബൈ ദ പോയിന്റ് എംപ്ലോയ് ചെയ്ത പോയിന്റ് ഡിവൈസുകൾ. ദി പോയിന്റ് ഹാസ് എംപ്ലോയിഡ് മെനി ഡിവൈസസ് ടു മേക്ക് ഹിസ് പോയം എഫക്റ്റീവ് ആക്കാൻ കുറേ വാരി ഇട്ടെന്നാണ് പറയുന്നത്. ദ പോയം ഹാസ് ഫൈൻ റിതം. പോയത്തിന് നല്ലൊരു റിതം ഉണ്ട്. റിതം എന്ന് വെച്ചാൽ ഒരു ട്യൂണ്. ഹി ഹാസ് യൂസ്ഡ് എ ഫൈൻ മെറ്റഫർ ഇൻ കോളിംഗ് ദ ബൗൾഡേഴ്സ് അസ് ലോവ്സ് ആൻഡ് ബോൾസ്. ബോൾസിനെ ലോസ് എന്നും ബോൾസ് എന്നും വിളിച്ചുകൊണ്ട് അദ്ദേഹം മെറ്റഫേഴ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോസ് എന്ന് വെച്ചാൽ അപ്പം എന്നാണ് അർത്ഥം, ബോൾസ് എന്ന് വെച്ചാൽ ബോൾ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ. ഹി ഹാസ് യൂസ്ഡ് എ ലോട്ട് ഓഫ് ഹ്യൂമർ. അത് ഒരുപാട് ഹ്യൂമറും ഇദ്ദേഹം ഇവിടെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹ്യൂമർ എന്ന് വെച്ചാൽ കോമഡി. The hunters finding rabbits for their dogs, his command to the stones to stay in place till his back is turned, and calling his neighbor as a stone age man with the stones as weapon in his hand. ഹണ്ടറിൻ്റെ ഡോഗ്സ് റാബിറ്റിനെ കണ്ടുപിടിക്കുന്നത്, അദ്ദേഹം തിരിഞ്ഞു പോകുന്ന സമയത്ത് സ്റ്റോൺസിനോട് അനങ്ങാതിരിക്കാൻ അവിടെ സ്റ്റേ എന്ന് പറയുന്നത്, പിന്നെ നൈബറിനെ സ്റ്റോൺ ഏജ് മാൻ എന്ന് വിളിക്കുന്നത്, അതൊക്കെ. ഹിസ് ലോജിക് ഓഫ് ഹിസ് ആപ്പിൾ ട്രീസ് നോട്ട് ഗോയിങ് ടു ഈറ്റ് ദ പൈൻ കോൺസ് ഇൻ ഹിസ് നൈബേഴ്സ് എസ്റ്റേറ്റ് ഈസ് വെരി ഫണ്ണി. അതിൻ്റെ ആപ്പിൾ ട്രീസ് തൻ്റെ നൈബറിൻ്റെ പൈൻ കോൺസിനെ തന്നെ തിന്നില്ല എന്ന് പറയുന്നത് അത് ഒരു ഫണ്ണി എന്നാണ് പറയുന്നത്. ഹി ഹാസ് യൂസ്ഡ് എ സിമിലി വെൻ ഹി സേസ് ദാറ്റ് ദ ടു നൈബേഴ്സ് കീപ്പിംഗ് ദ സ്റ്റോൺ ബാക്ക് വാസ് ലൈക്ക് ആൻ ഔട്ട്ഡോർ ഗെയിം. സിമിലി ഉണ്ട് ഇവിടെ. അതിൻ്റെ രണ്ട് നൈബേഴ്സും ഇവിടെ എന്ത് ചെയ്യുകയാണ്, ആ സ്റ്റോൺസിനെ അവിടെ കീപ്പ് ചെയ്ത് വയ്ക്കുന്നത് ഔട്ട്ഡോർ ഗെയിം എന്ന രീതിയിൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ട്. ദർ ഈസ് എ പെർസോണിഫിക്കേഷൻ വെൻ ഹി ടെൽസ് ദ ബൗൾഡർ സ്റ്റേ വെയർ യു ആർ. ബൗൾഡറിനോട്, കല്ലുകളോട് സ്റ്റേ വെയർ യു ആർ, നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയുമ്പോൾ പെർസോണിഫിക്കേഷൻ, മനുഷ്യൻ്റെ ക്വാളിറ്റീസ്, ജീവനില്ലാത്ത വസ്തുക്കൾ കൊടുക്കുന്നതാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. കല്ലിന് ജീവനില്ല, അതുകൊണ്ട് അവൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അത് നിൽക്കുമോ? ഇല്ല. നിൽക്കൂലേ? നിൽക്കും.
Here he thinks the boulders to be some kind of mischievous children who would run away the moment their parents' eyes are off. ഇവിടെ ബൗൾഡേഴ്സിനെ അദ്ദേഹം ചിന്തിക്കുന്നത്, അതായത് തിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാരൻസിൻ്റെ കണ്ണ് മാറുമ്പോഴേക്കും വികൃതിയായ കുട്ടികൾ ഓടിപ്പോകത്തില്ലേ, അതേപോലെയാണ്. There is parallelism in the use of good fences make good neighbors. Good fences make good neighbors എന്ന് പറയുന്നതിൽ പാരലിസം ഉണ്ട്. പാരലിസം എന്ന് വെച്ചാൽ സമാന്തരമായെന്നാണ് പറയുന്നത്. ദർ ഈസ് എക്സലൻറ്റ് ഇമേജറി ഇൻ ദ പോയം. പോയത്തിൽ ഒരുപാട് ഇമേജസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല, വിഷ്വൽ, ഓഡിറ്ററി, അതുപോലുള്ള കാര്യങ്ങൾ. വി സീ ഹൗ സ്പ്രിംഗ് സീസൺ കോസസ് ദ ഗ്രൗണ്ട് ടു സ്വെൽ ആൻഡ് ലൂസൺ ദ ബൗൾഡേഴ്സ്. സ്പ്രിംഗ് സീസൺ ഗ്രൗണ്ടിനെ സ്വെല്ല് ചെയ്യുന്നത്, വിഘടിപ്പിക്കുന്നതും അതേപോലെ ബൗൾഡേഴ്സിന് ലൂസ് ആകുന്നത് നമ്മൾ കണ്ടു. വി ക്യാൻ സീ ദ ഹണ്ടേഴ്സ് റെസ്പോൺസിങ് വിത്ത് ദെയർ ബാർക്കിംഗ് ഡോഗ്സ്. ഡോഗ്സുമായി വരുന്ന ഹണ്ടേഴ്സിനെ നമ്മൾ കണ്ടു. ദേ ആർ ട്രൈങ് ടു ഷൂട്ട് റാബിറ്റ്സ്. റാബിറ്റിനെ ഷൂട്ട് ചെയ്യുന്നത്. വി ക്യാൻ സീ ദ ആപ്പിൾ ട്രീസ് ആൻഡ് ദ pine trees. Apple trees and pine trees നമ്മൾ കണ്ടു. We can see the neighbors walking on either side of the wall, fixing the fallen stones and the stones falling down as soon as they turn their backs. നൈബേഴ്സ് നടക്കുന്നത്, സ്റ്റോൺസിനെ ഫിക്സ് ചെയ്യുന്നത്, സ്റ്റോണ് തറയെ വന്ന് വീഴുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത്. അതിൻ്റെ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഓവർ ഫ്ലോസ് ഹാസ് യൂസ്ഡ് എ വെരി സിമ്പിൾ ബട്ട് വിവിഡ് ലാംഗ്വേജ് ടു റൈറ്റ് ഹിസ് പോയം. അതേ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് എന്നാൽ വളരെ വിവിഡ് എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള ലാംഗ്വേജുകളാണ്. There are not many words which are unknown to us. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകൾ വളരെ ചുരുക്കമാണ്. The sentences are simple and there are no complexities in the construction. സെൻറ്റൻസുകൾ സിമ്പിളാണ്. കൺസ്ട്രക്ഷൻ പോയി നിർമ്മിച്ചിരിക്കുന്നത് വലിയ കോംപ്ലക്സ് ഒന്നുമില്ല. കോംപ്ലക്സ് എന്ന് വെച്ചാൽ പാടൊന്നുമില്ല. എനിബഡി ഹൂ നോൺ സം ഇംഗ്ലീഷ് ക്യാൻ ഗെറ്റ് ദ മീനിങ് ക്ലിയർലി. കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. എസെൻഷ്യലി ഫ്രോസ്റ്റ് ഈസ് എ റൊമാൻറ്റിക് പോയറ്റ് ഹൂ ലവ് സിംപ്ലിസിറ്റി ഇൻ ലാംഗ്വേജ്. ഇത് ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. റൊമാൻറ്റിക് പറഞ്ഞാൽ റൊമാൻസ് ഇഷ്ടമാണെന്ന പോയറ്റല്ല. നമ്മുടെ ഇംഗ്ലണ്ടിൽ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരെയാണ് പോയിറ്റിനെയാണ് റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം സിംപ്ലിസിറ്റി, ലാംഗ്വേജിൽ സിമ്പിളായിട്ട് ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്ന ആളാണ്. ആൾദോ ഇറ്റ് ഈസ് എ ഫൈൻ പോയം, ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ സ്ട്രക്ചർ ഓഫ് പ്രോസ് ആൻഡ് സോ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ ഇതൊരു പോയമാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഏകദേശം പ്രോസ് പോലെ, കഥ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഏകദേശം പെട്ടെന്ന് ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒൺലി എ ഗ്രേറ്റ് പോയറ്റ് ക്യാൻ ഡു സച്ച് എ തിങ്, മേക്ക് എ ഫൈൻ പോയം യൂസിങ് സിമ്പിൾ വേർഡ്സ്. ഗ്രേറ്റ് ആയിട്ടുള്ള വളരെയധികം മികച്ച ഒരു പോയറ്റിന് മാത്രമേ ഇതേപോലൊരു സംഭവം നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ വേർഡുകൾ ഉപയോഗിച്ച് നല്ലൊരു പോയം. ഇതെടുത്ത് ഇതിൻ്റെ സ്ട്രക്ചർ കൂടി നമുക്ക് നോക്കാം. ദ പോയം ഹാസ് എ സിമ്പിൾ സ്ട്രക്ചർ. സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. ദ പോയം പ്രൊസീഡ്സ് വിത്ത് ദ ഈസ് ഓഫ് എ സ്റ്റോറി ടോൾഡ് ബൈ എ മാസ്റ്റർ. ഒരു മാസ്റ്റർ പറയുന്ന രീതിയിൽ ഒരു സ്റ്റോറി പോലെയാണ് ഈ പോയം പോകുന്നത്. There are no twists and turns and everything is clear without a mystification or complication. ഇതിലങ്ങനെ ട്വിസ്റ്റുകളും ടേണുകളൊന്നുമില്ല. ക്ലൈമാക്സ് എന്ന് പറയുന്ന രീതിയിലൊന്നുമില്ല. എല്ലാം മിസ്റ്റിഫിക്കേഷൻ, മിസ്റ്ററി എന്ന് പറയുന്ന രീതിയിലോ കോംപ്ലിക്കേഷൻ ആയിട്ടോ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇവിടെ. ഫ്ലോ സ്ട്രക്ചർ ഈസ് ഓൾവേസ് ഈസി, പ്ലീസിങ് ടു ദ ഐ ആൻഡ് പ്ലീസിങ് ടു ദ മൈൻഡ്. ഫ്ലോസിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ കണ്ണുകളെയും പിന്നെ നമ്മുടെ മൈൻഡിനെയും പ്ലീസ് ചെയ്യുന്നത്, നല്ല രീതിയിൽ എന്താ പറയുക, പ്ലഷർ നൽകുന്ന രീതിയിലുള്ളൊരു ഐറ്റം എന്നാണ് പറയുന്നത്. ഇനി ഇതെല്ലാം ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഡിങ് ബോളിനൊരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഉണ്ടാക്കുക. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വായിച്ച് നോക്കുക. എളുപ്പമുള്ള സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അധികം ഇതൊന്നുമില്ല. നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ അത്ര ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൂടെ മിക്സ് ചെയ്ത് എഴുതാൻ നോക്കുക. ഇതാ ഈ പാഠത്തിലെ കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സിനോട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി എന്ത് ചെയ്യുമെന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക.